ഒരു സമയത്ത് അസുരരാജാവായ ജാലന്ധരൻ അതിശക്തനായിരുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു. കഠിനതപസ്യയിലൂടെ അവൻ അതിഗംഭീരമായ ശക്തി നേടി. ആ അഹങ്കാരത്തോടെ അവൻ തന്റെ ദൂതനായ രാഹുവിനെ, ചന്ദ്രഗ്രഹണത്തിന് കാരണമാകുന്ന ഭയങ്കര അസുരനെ, ഭഗവാൻ ശിവനെ വെല്ലുവിളിക്കാൻ അയച്ചു. ജാലന്ധരന്റെ വെല്ലുവിളി അത്യന്തം ധാർഷ്ട്യമുള്ളതായിരുന്നു. ശിവൻ തന്റെ സൗന്ദര്യമണ്ഡിതയായ ഭാര്യയായ പാർവതിയെ വിട്ടുകൊടുക്കണമെന്ന് രാഹു ആവശ്യപ്പെട്ടു. ശിവൻ ഈ പെരുമാറ്റം കേട്ടപ്പോൾ തന്റെ തൃതീയ നേത്രത്തിൽ നിന്ന് ഒരു അത്യന്തം ഭയങ്കരവും ക്ഷീണിച്ചും അത്യുത്സുകനും ആയ ഒരു സിംഹസ്വഭാവമുള്ള വ്യാലികരൂപത്തെ സൃഷ്ടിച്ചു. ഇതിന്റെ ഭീകരത കണ്ട രാഹു ഭയന്ന് ശിവനോട് ക്ഷമ ചോദിച്ചു. ശിവൻ കരുണാപൂർവം രാഹുവിനെ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചു, പക്ഷേ ഒരു വ്യത്യസ്ത നിബന്ധനയോടൊപ്പം. ആ ക്ഷീണിതവും അതിശയാകുലവുമായ വ്യാലി തന്നെ ശരീരം ഭക്ഷിച്ച് ജീവിക്കണമെന്ന് ശിവൻ ഉത്തരവിട്ടു. വാലിൽ നിന്നും കരങ്ങളിലും ശരീരഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച് ശിവന്റെ കൽപ്പന അനുസരിച്ച് ആ വ്യാലി തന്റെ ശരീരം തിന്നിത്തുടങ്ങി. അവസാനം മുഖമൊഴികെ എല്ലാം ഇല്ലാതായി. ശിവൻ അതിന്റെ അനുസരണയും പ്രളയശക്തിയെ പ്രതിഫലിപ്പിക്കുന്ന ആത്മസംഹാരവും കണ്ടിട്ട് ആ മുഖത്തിന് കീർത്തിമുഖ മഹത്വത്തിന്റെ മുഖം എന്ന പേര് നൽകി. തന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനദ്വാരങ്ങളിലും ശിഖരങ്ങളിലും ശിവരക്ഷകൻ ആയി നിത്യമായി വാഴാൻ അനുഗ്രഹിച്ചു. അങ്ങനെ കീർത്തിമുഖം ശിവന്റെ ശക്തിയും രക്ഷയും പ്രതിനിധീകരിക്കുന്ന ശില്പമോതിഫായി മാറി.